അപ്പം ഇന്ന് എനിക്ക് ചിക്കനാട്ടോ, ചിക്കൻ ഫ്രൈ ആക്കി കടായി ആക്കി വെക്കാൻ നെയ്ച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് നോമ്പറക്കുമ്പം. അപ്പം ഞാനിതാ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ വെച്ചിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഇതാ നമ്മളെ ചിക്കൻ പൊരിച്ചാട്ട് എടുക്കാം കേട്ടോ. ചട്ടി ചൂടായി വരുന്നുള്ളൂ, കുഴപ്പമില്ല, ചൂടായി അങ്ങനെ കിടന്നോളൂ. എനിക്ക് ഇനി വേറെ വീഡിയോ എടുക്കാണ്ട്. അപ്പോൾ സപ്പൂസ് ഇവിടെ വന്നേന്. അപ്പോൾ സപ്പൂസിനെ പിടിച്ച് ക്യാമറമാനാക്കിയാണ്ടേ വീഡിയോ ഇടാൻ പറ്റുക കേട്ടോ. അപ്പം ഞാൻ ചിക്കൻ കടായി ഉണ്ടാക്കിയേന് കേട്ടോ. അപ്പോൾ ഞാൻ കരിവേപ്പിൻ്റെ വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം ഇട്ടിട്ട് പിന്നെ അതിലേക്ക് ഉള്ളി ചെറുതാക്കി അരിഞ്ഞ് വഴറ്റിയെടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ ചിക്കൻ ഇതവിടെ പൊരിച്ചിട്ടുണ്ട്. ഇനി നെയ്ച്ചോറ് ഉണ്ടാക്കണം കേട്ടോ. നമുക്ക് തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 3 പച്ചമുളക്. ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെ ഉള്ളൂ. ഞാൻ കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ, ഞങ്ങൾക്ക് 2 ആൾക്ക് മാത്രം മതി കേട്ടോ. ഇനി ഇത് നല്ലോണം ഇളക്കിയിട്ട് നമുക്ക് അതവിടെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുക്കാം, ഇട്ടെടുക്കാം. കൈ കൊണ്ട് വീഡിയോ എടുക്കലും ഇതാക്കലും ഒക്കെ നടക്കുന്നില്ല. ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കാൻ കഴിഞ്ഞത് അപ്പം ഇങ്ങനെയൊക്കെ ഉണ്ട്. ഇത് നമുക്കൊന്ന് ഇതാകാൻ വെച്ചെടുക്കാം കേട്ടോ. ഒക്കെ ഇവിടെ പയറരിയുണ്ട്. അപ്പോൾ ഞാനിതിക്ക് വീഡിയോ എടുക്കാൻ മറന്നിട്ടോ. മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പൊരിച്ച് വെച്ച പിന്നെ ചിക്കൻ ഇതിലേക്ക് ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക. ഇങ്ങനെ പിന്നെ നമുക്ക് മല്ലിയില ഇതിലൊന്ന് വിതറി കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമ്മൾ ചെറിയ ഫ്ലെയിമിൽ ഗ്യാസ് ഒന്ന് ഓണാക്കി വെക്കുക. അത്രേ ഇതിന് കാട്ടാനുള്ളൂ. ഇനി നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടി കുക്കർ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് കടായി ആക്കാൻ വിചാരിച്ചിരുന്നത്. അപ്പം ഇതിലേക്ക് കുറച്ച് ഗ്രേവി ആക്കിയാണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ കേട്ടോ. ഞാൻ മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഞാനിതൊന്ന് തിളപ്പിച്ചിട്ട് ഗ്രേവി ആക്കും കേട്ടോ. അത് മതി, കാരണം നെയ്ച്ചോറ്റിക്ക് കുറച്ച് കറി വേണമല്ലോ തിന്നാൻ. ഞാൻ വിചാരിച്ചു കറി വേണ്ടാന്ന്. നെയ്ച്ചോറ്റിക്ക് കുറച്ച് ഗ്രേവി വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഗ്രേവി ആക്കി. ഇനി ഇത് തിളച്ചിട്ട് നമുക്ക് ഒന്ന് കുറുകട്ടെ, ഇങ്ങോട്ട് എടുത്തേക്കാം. ഇനി നമുക്ക് നെയ്ച്ചോറ് ഉണ്ടാക്കട്ടെ. നമ്മളെ ഗ്രേവി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതാ ഞാൻ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നെയ്യിട്ടെടുക്കട്ടെ കേട്ടോ. ഒരു കൈയോട് നെയ്യ് ഒഴിച്ചോട്ടെ. 3 ടേബിൾ സ്പൂൺ നെയ്യായിട്ട് അണ്ടിപ്പരിപ്പ്, മുന്തിരി, പിന്നെ ഏലക്കായ്, ഏല, പട്ട, ഗ്രാമ്പു ഒക്കെ ഇട്ട് ഉള്ളി ഒക്കെ ഇട്ട് ഉള്ളി അങ്ങനെ ഇട്ടേക്കുക. ഇപ്പം നമ്മൾ ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളി ഇട്ടിട്ട് മസാലയൊക്കെ ഇട്ട് തറക്കണ്ടേ. നിങ്ങളെ വക ഉണ്ടാക്കിയെന്നാണ്. നെയ്ച്ചോറ് തിരുമ്പി വെച്ചിരുന്നത് എന്താവുമെന്ന് പഠിച്ചവനാണ്. പയറുപ്പേരിയൊക്കെ കേട്ടോ. നെയ്ച്ചോറും ചിക്കൻ ഗ്രേവി, പയറുപ്പേരി അത്രയൊന്നും ഉണ്ടാക്കുള്ളൂ. പിന്നെ അതാ വത്തക്കുണ്ട്, മാങ്ങയുണ്ട്, മുന്തിരി ഉണ്ട്, എല്ലാം ഉണ്ട്. ഇനി നോമ്പറക്കുമ്പോൾ ഞാൻ എല്ലാം ഇട്ട് തരാം കേട്ടോ. അപ്പോൾ പയറുപ്പേരി ഉണ്ടാക്കി കഴിഞ്ഞിട്ടോ. ഇനി അത് മൂടി വെച്ചിട്ട് വേവിച്ചണം. നമ്മളെ ഗ്യാസ് മേലൊന്നുണ്ട് നെയ്ച്ചോറ്. അത് വിസിലടിച്ചിട്ടുണ്ട്, പക്ഷെ എന്തുകൊണ്ടാണ് അറിയില്ല. പോയി വെക്കട്ടെ, തുറന്ന് നോക്കട്ടെ. ഇതാ പയറായോണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. പയറായി, ചിക്കൻ കറിയായി. ചിക്കൻ കറിയല്ല, ചിക്കൻ ഫ്രൈ ഗ്രേവി കേട്ടോ. അങ്ങനെ ഉണ്ടാക്കിയത്. നല്ല കട്ടൻ ചായ കേട്ടോ ഞാൻ ഉണ്ടാക്കിയത്. പാല് വേണം. ഞാൻ ചിരട്ടൻ്റെ കയ്യിലാട്ടോ വാങ്ങിയത്. ചിരട്ട കയ്യിലാണ് വാങ്ങിയത്. ഇനി നമുക്ക് വേണമെങ്കിൽ പിന്നെ ഇടാം കേട്ടോ. ആ ചേലക്കായൻ്റെ ചായപ്പൊടി പോയത് ഭയങ്കര കഷ്ടമായി പോയില്ലേ. ഇവിടെ ഇട്ടേ ചെറുതാക്കുന്നു.
കൂട്ടാണ്ടൊക്കെ അത് രസം കിട്ടില്ല, അങ്ങനെയല്ല. അത് നടു വെച്ചിട്ട് ചുറ്റും വെക്കണേ. പിന്നെ പൈനാപ്പിൾ നോമ്പറക്കുമ്പോൾ പള്ളൊക്കെ ചിലർക്ക് പറ്റൂലല്ലേ, അങ്ങനെ പറഞ്ഞേക്കാം. ഇത് വാടിയ മാങ്ങയൊന്നുമല്ലല്ലോ, വണ്ടി കണ്ടിട്ടില്ലേ. ഞാൻ വലിയ മാങ്ങ വിചാരിച്ചാണ് വാങ്ങാൻ പറഞ്ഞത്. തുറക്ക്. അപ്പം വത്തക്ക വെള്ളം. പിന്നെ ഇത് ഞങ്ങളിതാ ചട്ടിയോടൊക്കെ കൊണ്ടുവന്ന് വെച്ച് ചിക്കൻ ഗ്രേവി കേട്ടോ. പിന്നെ നെയ്ച്ചോറുണ്ടാക്കി, ചായക്ക് ഇത് പാർന്ന് വെച്ചിട്ടുണ്ട്, കട്ടൻ ചായ അരക്കെ ഇട്ടിട്ട്, പയറുപ്പേരി, ഫ്രൂട്ട്സ്, പച്ചവെള്ളം. പച്ചവെള്ളം ഇവിടെ, ക്ലാസ് ഇവിടെ, അജുവ കാരക്ക, അത്രയ്ക്ക് തന്നെ ഉള്ളൂ. ിൻ്റെ സ്പെഷ്യലാട്ടോ ചിക്കന്. വലിയ കൊള്ളം ഉണ്ടാക്കിയെന്നൊക്കെ പറയണ്ടേ. പയറുപ്പേരി വിറ്റായില്ലേ. വത്തക്ക പിന്നെ ഞങ്ങൾ വെള്ളം ഉണ്ടാക്കി, ജ്യൂസാക്കി. കുറച്ച് കിട്ടും, കുറച്ച് മതി. ഉച്ചക്ക് എന്ത് ചെയ്യാം?